ഫ്രണ്ട്സ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചുരയ്ക്ക മാത്രം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള സാമ്പാർ ഇതുവരെയും നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാനായിട്ട് വളരെ രുചികരമായിട്ടുള്ള ഒന്നാണിത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടുന്നത് ചുരയ്ക്ക ഒരു കഷ്ണമാണ്. ഞാനിത് 200 ഗ്രാമോളം തൂക്കമുണ്ട് ഈ ചുരയ്ക്കയ്ക്ക്. നല്ല നാടൻ ചുരയ്ക്കയാണ്, വലിയൊരു ചുരയ്ക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കുറച്ച് ഞാൻ സ്റ്റഫ്ഡ് പറാട്ട എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ചുരയ്ക്ക വച്ചിട്ടുള്ളതാണ്. അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഇവരെയും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ക്യാരറ്റ് കൂടി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് ആവശ്യമായിട്ടുള്ളത്, തൂരപ്പരിപ്പ്. ഇത് ഒരു പ്രാവശ്യം കഴുകി തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ. ഇങ്ങനെ കുതിർത്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ പരിപ്പ് കുതിർത്തതിന് ശേഷമേ വേകാൻ വയ്ക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. കടായി ചൂടാക്കി എണ്ണയൊഴിച്ച് കടുകും ജീരകവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളി, 1 കപ്പ് ചെറിയ ഉള്ളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയായി പോകരുത് കേട്ടോ. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. അതായത് തക്കാളിയും കൂടി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ടുന്ന മസാല വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ 1 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇത് കളറിന് വേണ്ടിയാണ് കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടിയും വലിയ 1 സ്പൂണിന് 1 ടേബിൾ സ്പൂണിന് സാമ്പാർ മസാലയുമാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഈ മസാലകളൊക്കെ ഇടുമ്പോഴേക്കും ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരല്പം വെള്ളത്തിൽ കുതിർത്ത കുടംപുളി, 2 പീസ് കുടംപുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുടംപുളി ഇവിടെ രുചി നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച ചുരക്കയും ക്യാരറ്റും പരിപ്പും കൂടി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ഒന്ന് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച ജീരകം 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് താളിക്കുന്ന സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒരല്പം 2 മിനിറ്റിലേക്ക് ഒന്ന് തിളച്ച് വരുന്നതിലേക്ക് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് ഇറക്കാറാവുമ്പോഴേക്കും 1 പിഞ്ച് ശർക്കര 1/4 ടീസ്പൂൺ വരയ്ക്കും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കിയാൽ അടിപൊളി സാമ്പാർ റെഡിയായി. ഇത് ചോറ് കഴിക്കാനായിട്ടും അടിപൊളിയാണ്, എന്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ടുള്ള സാമ്പാറാണ്. ഒരു പ്രാവശ്യം ഇതെന്തായാലും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ട് വേണം മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം ആകാൻ വേണ്ടി. അതുകൊണ്ട് കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.